ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വയനാട് ജില്ലയിലെ ഒരു പുരാതനമായ ക്ഷേത്രത്തിലേക്ക് പോകാം. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം, കുറച്ച് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം. അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെയാണ് കൂടുതൽ വീഡിയോസ് എടുക്കാനും എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും കമൻസുമാണ്. അപ്പം എന്തായാലും തുടർന്നും എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് അന്നത്തെ എൻ്റെ യാത്ര ആരംഭിച്ചത് തന്നെ. അതിൻ്റെ എല്ലാ രീതിയിലുള്ള സന്തോഷവും ഉന്മേഷവും ഒക്കെ എനിക്ക് അന്നത്തെ ദിവസം മൊത്തം ഉണ്ടായിരുന്നു. ഇതാണ് ശ്രീ കാളീശ്വരി ക്ഷേത്രം, കൊട്ടിയൂരല്ല കോട്ടിയൂർ. വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴി, അതായത് മാനന്തവാടിയിൽ നിന്നും തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിക്ക് കാട്ടിക്കുളം എന്ന സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തെട്രോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അതായത് നമ്മുടെ ഫേമസ് ആയ ഉണ്ണിയപ്പക്കട സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ തെട്രോഡിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അപ്പപ്പാറ എത്തുന്നതിന് മുന്നിലായിട്ടാണ്, ഈ വലത് സൈഡിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 1500-2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുക ഈ ഒരു മനോഹരമായ കരിങ്കല്ലിൽ തീർത്ത ഈ ഒരു പ്രവേശന കവാടമാണ്. ഈ ക്ഷേത്രവും പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്തതാണ്. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ച് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു എക്യുപ്മെൻസോ കാര്യങ്ങളോ അന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഒരു സിമെൻറ്റോ അല്ലെങ്കിൽ വേറെ മിശ്രിതങ്ങളോ ഒന്നുമില്ലാതെ ഇവർ ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ എഞ്ചിനീയർമാരെ നമ്മൾക്ക് എന്തായാലും മനസ്സാൽ തൊഴുകയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്രവേശന കവാടവും പിന്നിട്ട് പിന്നെയും കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ ഒരു 2 ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അതിലൊന്നാണിത്. ഇതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് രണ്ടാമത്തെ ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. ശ്രീ കാളീശ്വരി ദേവിയാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. 2 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്ന് പടിഞ്ഞാറ് വശത്തേക്കും മറ്റേത് വടക്ക് ഭാഗത്തേക്കുമാണ് അതിൻ്റെ ദർശനം. അതിലും പ്രത്യേകതയുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പൂർണ്ണമായും കാടിൻ്റെ ശബ്ദം അല്ലെങ്കിൽ നിശബ്ദത മാത്രമേ നമുക്കവിടെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാം. അപ്പോൾ ഉള്ളിലേക്ക് എന്തായാലും ഒരു പേടിയുണ്ടാവും. കാരണം ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ചന്ദ്രേട്ടനെയും മോളെയും ഒന്ന് അങ്ങോട്ടേക്ക് കൂട്ടിയത്. എനിക്ക് ഒറ്റയ്ക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആനകളുടെ ഒരു പ്രസൻസ് ഉള്ളൊരു ഏരിയയാണ്. ആനകൾ മാത്രമല്ല, പല വന്യമൃഗങ്ങളും ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു 2 ശ്രീകോവിലിന് പിന്നിലായിട്ട് നമുക്കൊരു തറ കാണാൻ സാധിക്കും. ആ തറയിൽ കുറേ ശൂലങ്ങൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ആ ശൂലങ്ങൾക്ക് മുകളിലായിട്ട് കരിവള, കറുത്ത കുപ്പിവളങ്ങൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്ന പട്ട് ചുറ്റിയിട്ടുണ്ട്. കുറച്ച് വിളക്കുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്കറിയാൻ സാധിച്ചത്. ഇവിടെ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാനോ പറയാനോ ആരും ഉണ്ടാവില്ല. കാരണം ഇതൊരു നിത്യപൂജ നടക്കുന്ന ഒരു ക്ഷേത്രമല്ല. വർഷത്തിൽ പ്രത്യേക ഒരു ദിവസങ്ങളിൽ മാത്രമേ ഇവിടുത്തെ വിളക്ക് കത്തിക്കലും അതിൻ്റെതായ ചടങ്ങുകളും നടക്കാറുള്ളൂ. അന്ന് പറ്റിയാൽ ഇനിയൊരു മറ്റൊരു അവസരത്തിൽ എനിക്കത് വന്ന് കാണുന്ന ആഗ്രഹമുണ്ട്. അന്ന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയാനും സാധിക്കും. നമ്മളെപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് പ്രവേശിക്കുക. കാരണം കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടാൽ നമുക്ക് ഈ ഒരു ക്ഷേത്രം കാണാൻ സാധിക്കുകയുള്ളൂ. വന്യമൃഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടിയിട്ട് തന്നെ ഒറ്റയ്ക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇവിടെയൊക്കെ കടുവയുടെയൊക്കെ സാന്നിധ്യം ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുമ്പോൾ തന്നെ റോഡിൻ്റെ മറുഭാഗത്ത് ആനയുണ്ടായിരുന്നു. അവിടെ ആൾക്കാർ കൂടി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇപ്പോൾ ആനയുണ്ട്, അതിൻ്റെ ശല്യങ്ങൾ കൂടിക്കൂടി വരിക എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ വരുന്നവർ ശ്രദ്ധിക്കുക. എന്തായാലും അന്നത്തെ ദിവസം വളരെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഈ ഒരു ക്ഷേത്രത്തിൽ വരാൻ പറ്റി. അതിൻ്റെ ഒരു വന്യതയും ഭംഗിയെല്ലാം എനിക്ക് ആസ്വദിക്കാൻ പറ്റി. അതിനെന്നെ സഹായിച്ച ചന്ദ്രേട്ടനോടും മോളോടും ഹൃദയത്തിൻ്റെ ഭാഷയിലൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് എനിക്കവിടെ തിരിച്ചു പോകാൻ തോന്നിയത്. കാരണം നമുക്കൊരു പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നൊരു അനുഭൂതിയായിരുന്നു എനിക്കന്ന്. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ എത്തിക്കാൻ സാധിച്ചല്ലോ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം.